പരീക്ഷയൊക്കെ കഴിഞ്ഞു, എൻ്റെ സ്കൂള് പൂട്ടിയിട്ടു. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൃഷിയിടത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ധാരാളം കാളകളൊക്കെ വളർന്ന് ആകെ നാശമായിട്ടുണ്ട്. നല്ല മഴയായിരുന്നു കുറച്ച് ദിവസം. പിന്നെ വളങ്ങളും കൊടുത്തിട്ട് കുറേ ആയിട്ടോ. അപ്പം നമുക്കിനി വീണ്ടും അതൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങണം. അതെ, വളം കുറയുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വിളവ് കുറയുന്നുണ്ട്. പച്ചക്കറികൾക്ക് മഴ അത്ര നല്ലതല്ല. മുകളിൽ നല്ല വെയിലും അടിയിൽ നല്ല വെള്ളവും വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കായകൾ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. പാവലിൻ്റെയും പടവലത്തിൻ്റെയും പീച്ചിങ്ങയുടെയും പിന്നെ നമ്മുടെ കുഞ്ഞു മത്തൻ്റെയൊക്കെ തടങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ കൊത്തിക്കൊണ്ടിരിക്കുന്നത്. വിളവ് കുറയുന്നതിനനുസരിച്ച് പുതിയ തൈകൾ വെക്കുകയോ വിത്തുകൾ പാകുകയോ ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് തുടർച്ചയായിട്ട് പച്ചക്കറികൾ കിട്ടുകയുള്ളൂ. മഴ പെയ്താൽ പിന്നെ എല്ലാം പോയി. കൊത്തി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വിശ്രമമൊക്കെ ആയിക്കൂടെ. ഇനി നമുക്ക് പച്ച ചീരയുടെ കള പറിച്ചു കൊടുക്കാം. ഇത്തവണ ഞാൻ കുറച്ച് വിത്തേ പാകിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ വിത്തിന് വെച്ച തക്കാളികളായിരുന്നേ. 2-3 പഴുത്ത് നിലത്ത് വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് വെയിലത്ത് ഉണക്കാൻ വെക്കാം. ഈ തക്കാളി ഏതിനാന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ തൈകൾ വാങ്ങിയതായിരുന്നേ. നമ്മുടെ ചുരങ്ങക്കുട്ടന്മാരിതാ വലയ്ക്ക് മുകളിൽ റെസ്റ്റ് എടുക്കുകയാണേ. ഇനി നമുക്ക് അടുത്ത ഭാഗത്താണ് പണി. ഇവിടെ വെണ്ടയും പടരുന്ന ബീൻസും അങ്ങനെ പലതരം സാധനങ്ങളുണ്ട്. ഒരു സാധനം കാണിച്ചേ. ഇന്നത്തെ പണി ഇവിടെ കഴിഞ്ഞിട്ടോ. ഞാൻ കഴിഞ്ഞി, ഇനി നാളെ കൊത്താം.